തൃശ്ശൂരിൽ എന്തായാലും കിറ്റ് ആരോപണം വീണ്ടും കൊഴുക്കുകയാണ്. വോട്ടിന് കിറ്റ് കിറ്റ് വേണമെങ്കിൽ നീ ഒന്ന് കണ്ണടച്ചാൽ മതി, നമുക്ക് എല്ലാവർക്കും വേണമെങ്കിൽ സഹകരിച്ച് ആർക്കും വേണമെങ്കിൽ കൊടുക്കാമെന്ന്. കാശും കിറ്റും കൊടുത്തിട്ട് തന്നെ കഴിഞ്ഞ വട്ടം വരെ ഇലക്ഷനിലെ ആൾ വോട്ട് പിടിച്ചത് മൂത്തേക്ക് പറഞ്ഞോട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങളിപ്പോൾ ഈ ഭാഗത്ത് കുറെ കൊടുത്തു ചോദിക്കുന്നത് ഇനിയും ഒരുപാട് അരിയുണ്ട്, അതൊക്കെ ഇപ്പോൾ കൊടുത്തു തീരുമെന്നാണ് അവർ ചോദിക്കുന്നത്. കൊല്ലം പത്തനാപുരം മേഖലയിലേക്കാണെന്നാണ് അവർ പറയുന്നത്. കൊല്ലം പത്തനാപുരം മേഖല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇവിടെ അടുത്ത് വല്ലച്ചിറ ഭാഗത്തുണ്ട് പത്തനാപുരം സ്ഥലം. വല്ലച്ചിറ ഭാഗത്തുള്ള പത്തനാപുരത്തേക്ക് കൊടുക്കണത് നിങ്ങൾ പറയുന്നത് ഇപ്പോഴും അത് ഈ ഭാഗത്ത് തന്നെ കുറെ നാളെ തുടങ്ങുന്നുണ്ട്. കുറെ ഒരു ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് ഈ ഭാഗത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവര്. ഇവിടെ BJP സ്ഥാനാർത്ഥി തോൽക്കും എന്നുള്ള ഉറപ്പായപ്പോഴാണ് കിറ്റ് കൊടുത്ത് വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇവിടെ 4 ദിവസം മുമ്പ് തുടങ്ങിയല്ലോ, നിങ്ങളെല്ലാവരും കാണുന്നതാണ്, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും കാണുന്നതാണ്. BJP ഇവിടെ തോൽക്കും, കേരളത്തിനകത്ത് ഇടതുപക്ഷ തരംഗമാണ് എന്നുള്ള കാര്യത്തിന് ആരും തർക്കൂല. അതിനെ ഇവിടെ സുരേഷ് ഗോപിയുടെ പണാധിപത്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുരേഷ് ഗോപി ജയിച്ചതുപോലെ ഇവിടെ ഈ കാര്യങ്ങൾ കിറ്റ് കൊടുത്ത് പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് BJP പ്രവർത്തിക്കുന്നത്. ഇവിടെ പൈസ കൊടുക്കുകയാണ് വോട്ടിന് വേണ്ടി. നമ്മളെല്ലാവരും പാലക്കാട് കണ്ടതാണ്. എല്ലാ സ്ഥലത്തും വ്യാപകമായ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുകയാണ് എന്നുള്ളത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ സ്ഥാപനം അടച്ചുപൂട്ടണം, ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പറയാനുള്ളത്. പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും പോലീസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധനകൾ ഇവിടെ പുരോഗമിക്കുകയാണ്. LDF നേതാക്കൾ, CPM CPI നേതാക്കളൊക്കെ തന്നെ ഇവിടെ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുന്നത്.